നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ സംഭവിച്ചു. അനുമോക്ക് മുട്ടം പണി കിട്ടിയിട്ടുണ്ട്. ഇവിടെയുള്ള ആണുങ്ങളൊക്കെ വെറും മൊണ്ണകളാണ്. ആ അഭിലാഷ് ഒഴിച്ച് ബാക്കിയുള്ള എല്ലാവരും മൊണ്ണകളാണെന്നുള്ള അനുമോളുടെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് ലാലേട്ടൻ എടുത്ത് കാണിച്ചു കൊടുത്തു കേട്ടോ. ആ വീഡിയോ ഇട്ട് കാണിച്ചു കൊടുത്തു കളഞ്ഞു. എൻ്റെ പൊന്നെ, ലാലേട്ടൻ അനുമോളെ ഒന്നും പറഞ്ഞില്ല. ഇവിടെ ബിഗ് ബോസ് മൈൻഡ് ഗെയിം കളിച്ചു. അതായത് ഈ സാധനം കാണുന്ന അക്ബർ, അതുപോലെ അനീഷ്, സകലർക്കും നമ്മുടെ അപ്പാനി എല്ലാവർക്കും കലിപ്പാവുമല്ലോ. ജിസേൽ ഇരുന്നിങ്ങനെ കളിച്ച് വരുന്നുണ്ട്. ഇവിടെയുള്ള ആണുങ്ങളൊക്കെ അവരുടെ ബോയ് ഫ്രണ്ട് ആണെന്ന് പറഞ്ഞോ എന്നും കൂടെ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. അത് പറഞ്ഞു എന്ന് അനുമോള് സമ്മതിക്കുകയും ചെയ്തു. ആകെ മൊത്തം അനുമോക്ക് പണി കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. എല്ലാവരും ചേർന്ന് ലാലേട്ടൻ പോയി കഴിഞ്ഞിട്ട് അനുമോളെ പഞ്ഞിക്കിടുമെന്നാണ് തോന്നുന്നത്. കാരണം അനുമോള് പറഞ്ഞ കാര്യം വീഡിയോ ആയിട്ട് കാണിച്ചു കൊടുത്തു. ആ സമയത്തുള്ള അവരുടെ എക്സ്പ്രഷനും ഒരു കലിപ്പ് മോഡിലാണ് അനുമോൾ അത് പറഞ്ഞത്. അന്നേ പ്രതീക്ഷിച്ചതാണ് ഈ പണി കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന്. അത് നന്നായി. കാരണം ഈ ഗെയിമിന് അത് ആവശ്യമാണ്. ഞാൻ അനുമോള് പറഞ്ഞത് ശരിയോ തെറ്റോ എന്നൊന്നും ഞാൻ പറയുന്നില്ല. പിന്നെ അനുമോൾ അകത്തൊരു കണ്ടസ്റ്റന്റ് അല്ലേ. സഹമത്സരാർത്ഥികളെ അനുമോൾ അങ്ങനെ വിളിക്കുന്നത് ശരിയല്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഞാൻ അന്നും ആ വീഡിയോയിൽ അത് പറഞ്ഞിരുന്നു. പ്രേക്ഷകർ ചിലപ്പോൾ ഇവരുടെ ഗെയിം അനുസരിച്ച് പല പേരുകളിലൊക്കെ വിളിക്കുമായിരിക്കും. വാഴയെന്നും മൊണ്ണയെന്നും ഒക്കെ വിളിക്കുമായിരിക്കും. പക്ഷെ അകത്ത് നിൽക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് അത് വിളിക്കുമ്പോൾ, ഇത് തിരിച്ചൊരു മെയിൽ കണ്ടസ്റ്റന്റ് വിളിക്കുമ്പോൾ അവർക്ക് ഒഫൻഡഡ് ആയിട്ട് തോന്നൂലേ. ഇപ്പോൾ ജിസേൽ തെറി വിളിച്ചത് അനുമോക്ക് ഭയങ്കരമായിട്ട് ഒഫൻഡഡ് ആയിട്ട് തോന്നി. അതുപോലെ തന്നെ ഇപ്പോൾ അനുമോൾക്കാണ് ബോയ് ഫ്രണ്ട്സ് അവിടെ ഉണ്ട് എന്നുള്ളത് ജിസേലാണ് പറഞ്ഞതെന്ന് വിചാരിക്കുക. അനുമോൾ ആ വീടിന് തീയിടും, ഉറപ്പാണ്. നമുക്ക് സംശയം ഇപ്പം ആർക്കും ഉണ്ടാവില്ല. അനുമോളുടെ ഒരു കഴിഞ്ഞ 3-4 ദിവസത്തെ ഒരു ക്യാരക്ടർ വെച്ചിട്ട് അനുമോൾ ജെന്യൂൻ ആയിട്ടാട്ടോ ഞാൻ കരുതുന്നത്. ഞാൻ ഫേക്ക് ആണെന്ന് ഇപ്പോഴും ഞാൻ വിചാരിക്കുന്നില്ല. അനുമോൾ വളരെ ജെന്യൂൻ ആണ്. ഗെയിമിന് വേണ്ടി കുറച്ചൊക്കെ എല്ലാവരും ചെയ്യുന്ന പോലെയൊക്കെ കയ്യിൽ നിന്ന് കുറച്ചൊക്കെ ഇടുന്നുണ്ടാവാം അവിടെ. പക്ഷേ ബാക്കി അവരുടെ ഇമോഷൻസ് ഒക്കെ എനിക്ക് വളരെ ജെന്യൂൻ ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഇന്ന് പോലും ലാലേട്ടന്റെ മുമ്പിൽ നിന്നിട്ട് കരയാതിരിക്കാൻ വേണ്ടി അനുമോൾ ട്രൈ ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. അവർ മാക്സിമം കരയാതിരിക്കാൻ ശ്രമിക്കുവാണ്. പക്ഷേ പ്രശ്നം എന്താന്ന് വെച്ചാൽ, ഈ ബോയ് ഫ്രണ്ട്സിന്റെ കാര്യം ഈ ജിസേൽ പറയാണ്, അനുമോളുടെ ബോയ് ഫ്രണ്ട്സ് ആണ് ഇവിടെയുള്ള ആൺപിള്ളേരെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസ് വീടേ കാണൂല അവിടെ. അനുമോൾ ചിലപ്പോൾ ബോംബിട്ട് കളയും. അങ്ങനത്തെ ഒരാളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഇത് അനുമോൾ തിരിച്ചു പറഞ്ഞത് വളരെ മോശം തന്നെയാണ്. ഒരു പക്ഷേ അത് ജിസേൽ ഇനിയുള്ള ദിവസങ്ങളിൽ ഒരു വലിയ ഗെയിമായിട്ട് എടുക്കാൻ ചാൻസ് കാണുന്നുണ്ട്. അതിനുവേണ്ടി തന്നെയാണ് ബിഗ് ബോസ് ഈ ഒരു മൈൻഡ് ഗെയിം കളിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനിയുള്ള ദിവസങ്ങൾ പൊടി പാറുന്ന വഴക്കുകളുടെ ഒരു ദിവസമാണെന്നാണ് തോന്നുന്നത്. കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം.